വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി മുൻപ് സമാനമായൊരു പ്രസ്താവന BDJS രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോട്ട് ഉണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവറെ കുറിച്ചൊക്കെ നടത്തിയിരുന്നു. എന്താ ഇപ്പോൾ മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്? മലപ്പുറം എന്ന് പറയുന്നത് അവിടെ എല്ലാ മതവിഭാഗങ്ങളും വളരെ ഐക്യത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന ഒരിടമാണത്. ധാരാളം സാഹിത്യകാരന്മാരുടെയും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ ഇടമാണത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും ഇതുപോലെ പലർക്കും വല്ലാത്തൊരു വൈകാരികത ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ കാര്യത്തിൽ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ആദ്യം തുടക്കം കുറിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഹിന്ദുവിന് നൽകിയിട്ടുള്ള അഭിമുഖം അടക്കം. ഇതിപ്പോൾ BJPയെ സുഖിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതാണ് വെള്ളാപ്പള്ളിക്കും ഇപ്പോൾ ഒരു ആവേശം വന്നിരിക്കുന്നത്. മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ സങ്കുചിതമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി എന്തർത്ഥത്തിലാണ് മലപ്പുറത്തെ അദ്ദേഹം ഒരു മറ്റ് സമുദായങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരിടമാണ് എന്ന് പറയാനുള്ള കാരണം, അങ്ങനെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയം മറ്റ് ജില്ലകളിൽ നടക്കുന്നതിനപ്പുറം എന്താണ് മലപ്പുറത്തിന് പ്രത്യേകമായി അവിടെ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളത്? അവിടുത്തെ മുസ്ലിങ്ങൾ ഏത് രീതിയിലാണ് ഹിന്ദുക്കൾക്ക് ഭീഷണിയാകുന്നത്? എങ്കിലും ഇതൊരു നിയമ നടപടിയിലേക്ക് പോകേണ്ട പ്രശ്നമായിട്ട് തന്നെയാണ് ലീഗ് കാണുന്നത്. ഞങ്ങൾ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, ഇത് നിയമപരമായി നേരിടേണ്ടതാണ്. മാത്രമല്ല അതിൽ മുസ്ലിം ലീഗല്ല, അവിടെയുള്ള എല്ലാ സമൂഹങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുക്കേണ്ട